അപ്പം നമ്മൾ വേറൊരു നമസ്കാരത്തിനെ കുറിച്ച് നമുക്ക് മറ്റൊരു ചാപ്റ്ററിലേക്ക് കിടക്കാം. നമസ്കാരത്തിൽ നമ്മൾ യാത്രയുടെ സമയത്ത് ജമ്മാക്കുക എന്നുള്ളത് അനുവദനീയമായ ഒരു കാര്യമാണല്ലോ. പക്ഷെ ആ യാത്ര എത്രയാണ് അതിൻ്റെ ദൈർഘ്യം എന്നുള്ളത് പലപ്പോഴും ചർച്ചയാവാറ്. സാധാരണ നമ്മൾ ആളുകളുടെ സംഭവിക്കുന്ന ഒരു തെറ്റാണ് ജമ്മും കസറും എന്നാണ് പറയുക. അതെ, ജമ്മു കസർ. യഥാർത്ഥത്തിൽ ജമ്മും കസറും ഒന്നിൻ്റെ പേരല്ല. നമസ്കാരവുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള ആനുകൂല്യം ഇളവ്. അതാണ് ഒന്ന് ജമ്, ഒന്ന് കസർ. അതിൽ കസർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് മാത്രമുള്ളതാണ്. കസർ യാത്രക്കാർക്ക് മാത്രമുള്ള ഒരു ഇളവാണ്. യാത്രക്കാരല്ലാത്തവർക്കൊരു ഇളവായിട്ട് കസർ ഉള്ളത് മിനയിലാണ്. മിനയിൽ ഹാജിമാർ താമസിക്കുമ്പോൾ, അത് എല്ലാ മദ്ഹബുള്ള ആ വീക്ഷണക്കാരല്ല, പിന്നെ മുസാഫിർ അല്ലെങ്കിലും ആ സമയത്ത് അവർ അതാത് നമസ്കാരം ളുഹറാവട്ടെ, അസറാവട്ടെ, ഇശ ആവട്ടെ ഈ 2 റക്അത്തായിട്ട് നമസ്കരിക്കണമെന്നാണ്. ഇത് ഹദീസിലൊക്കെ വന്നതാണ്. സഹാബിമാർ അങ്ങനെ ചെയ്തിരുന്നതായിട്ടും ഇബ്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ ഖസ്റാക്കിയിട്ടില്ല എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നമസ്കാരത്തിലെ ഖസ്ർ അഥവാ ചുരുക്കി നമസ്കരിക്കുന്ന യാത്രക്ക എന്ന് മാത്രമല്ല, യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലും പൂർത്തിയാക്കി നിസ്കരിച്ചിട്ടില്ല. അല്ലാതെ അതെ, ഖസ്റായിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ നമസ്കരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഖസ്റാക്കുകയാണ് വേണ്ടത്, നിർബന്ധമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ആ വീക്ഷണക്കാരല്ല. പക്ഷേ ഖസ്ർ യാത്രക്കാർക്ക് മാത്രമുള്ള ഒരളവാണ്. അത് യാത്രക്കാരൻ എന്ന് പറയണം, യാത്ര പുറപ്പെട്ട് കഴിയണം. അഥവാ എനിക്കിപ്പോൾ വഴിയിൽ നിസ്കരിക്കാനെന്നുള്ള സൗകര്യം കിട്ടില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ അസർ ളുഹറിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കാം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിസ്കരിക്കാം. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജമ്മിന് അങ്ങനെ, അതായത് ജമ്മിന് യാത്ര മാത്രമേ ജമ്മിന് പറ്റൂന്നില്ല. ഇപ്പോൾ പരീക്ഷയ്ക്ക് പ്രവേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് കൂട്ടിക്കുക. അവനിപ്പോൾ ഇവിടുന്ന് 1 മണിക്ക് തുടങ്ങുന്ന പരീക്ഷ, ഇവിടുന്ന് 12 മണിക്ക് ബസ് കയറണം. അപ്പോൾ ളുഹർ ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അവനെന്ത് ചെയ്യാം? അസറിൻ്റെ കൂടെ പരീക്ഷ ഒരു 5 മണിക്ക് കഴിയുമെങ്കിൽ അവൻ പരീക്ഷ കഴിഞ്ഞിട്ട് ളുഹർ അങ്ങോട്ടേക്ക് ജമ്മാക്കാം. ഇനി 3 മണിക്ക് തുടങ്ങി മഗ്രിബിൻ്റെ സമയത്താണ് തീരെയെങ്കിൽ അപ്പോൾ അസർ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. നേരത്തെ ളുഹറിന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതിപ്പോൾ ജമ്മിന് ഇങ്ങനെയൊക്കെ ഇതുണ്ട്. രോഗികൾക്ക് മഴ വർഷിച്ച് പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത, വഴി തടസ്സപ്പെടുന്ന രൂപത്തിൽ മഴ, അങ്ങനെയൊക്കെ സമയത്തൊക്കെ എന്ത് ചെയ്യാം? ജമ്മാക്കാം. എന്നാൽ കസർ എന്ന് പറയും ആളുകൾ. കസർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാന്ന്, കസറാണ്, ചുരുക്കുക. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞിരിക്കണം. അതിന് പഴയകാല ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണുക, ഈ നഗരാതിർത്തി അല്ലെങ്കിൽ ഗ്രാമാതിർത്തി കഴിയുക. അത് ഗ്രാമാതിർത്തി കഴിയാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ശാന്തപുരം ഗ്രാമം കഴിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റെയിൽവേ ഗേറ്റം കഴിഞ്ഞാൽ ഈ ഏരിയൻ്റെ ഇതാൻ കഴിഞ്ഞല്ലോ. ഇങ്ങനെ അടയാളമൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇപ്പം നമ്മൾ ചില ഹൈവേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിർത്തി അങ്ങനെ മുറിയണ പ്രശ്നമില്ല. ബിൽഡിങ്ങുകളുടെ ഇത് കഴിയാന്നാണ്. ബിൽഡിങ്ങുകൾ അവിടെയാണ് അവസാനിക്കണം. അപ്പോൾ മുതൽ ആ നാട് കഴിഞ്ഞ്. പക്ഷേ ഇപ്പോൾ ബിൽഡിങ്ങുകൾ മുത്തലാസിക്കാണ്. പ്രധാനമായിട്ട് പെരിന്തൽമണ്ണ ചുങ്കത്തേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ, മൊത്തം മുട്ടി കിടക്കണതാണ്. അപ്പോൾ അന്നത്തെ അവസ്ഥയിൽ അത് പറയുന്ന പോലെ ഇന്നത്തെ ഒരവസ്ഥ. ഏതായിരുന്നാലും ഇപ്പോൾ ശാന്തപുരം കഴിയാം, ഇവിടുന്ന് ഒരാൾ യാത്ര പുറപ്പെടുകയാണെങ്കിൽ ശാന്തപുരം പോകും. കോഴിക്കോട് നിന്ന് ഒരാൾ, കോഴിക്കോട് ടൗണിൻ്റെ അതിർത്തി എത്തുക, ഫറൂഖിലെത്തുമ്പോൾ എന്തായി? കോഴിക്കോട് വിട്ടെന്ന് പറയുമല്ലോ. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? നമസ്കാരം കസറാക്കി നമസ്കരിക്കാം. മദീനയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ 500 കിലോമീറ്ററിൻ്റെ ചോടയാണ് മക്കയിലേക്കുള്ളത്. മദീനയിൽ നിന്ന് 9 കിലോമീറ്ററാണ് എവിടേക്കുള്ളത്? ദുൽഹുലൈഫയിലേക്കുള്ളത്. അവിടെ വെച്ചാണ് ഹാജിമാർ ഇഹ്റാം ചെയ്യുക. മദീനക്കയിലൂടെ വരുന്ന ആളുകൾ, മദീനയിൽ നിന്ന് വരുന്ന ആളുകളും ദുൽഹുലൈഫയിൽ ഇഹ്റാം. അപ്പോൾ ഈ 9 കിലോമീറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്? നമസ്കാരം കസറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്രക്കിടയിൽ വെച്ച് നമസ്കാരം കസറാക്കാൻ പറ്റുകയുള്ളൂ. യാത്ര അവസാനിച്ച് കഴിഞ്ഞാൽ കസറാക്കാൻ പറ്റും. ഉദാഹരണം, ഒരാൾ തിരുവനന്തപുരം പോയി വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ അയാൾക്ക് മഗ്രിബ് ഇശയും നമസ്കരിക്കാനുണ്ട്. അപ്പോൾ ഇശ എന്താക്കാൻ പറ്റൂല? കസറാക്കാൻ പറ്റില്ല. 3 ഉച്ചയ്ക്കും യാത്രയുടെ ഇടയിലാണെങ്കിൽ കസർ പറ്റുകയുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നടത്താൻ പറ്റുമോ? കസർ പറ്റൂല. യാത്രയുടെ ഇടയിലാണ്. അതെ, യാത്ര പുറപ്പെട്ട് കഴിയണം. അപ്പോൾ ഈ ജമ്മു ഒക്കെ ചെയ്യുന്നതിന്, ജമ്മു കശ്മീരൊക്കെ ചെയ്യുന്നതിൽ മശക്കത്ത്, അതിൻ്റെ ഒരു പ്രയാസമാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ യാത്രയൊക്കെ വളരെ ചെറിയ യാത്രയാണല്ലോ ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ അതിൽ പ്രയാസം എന്നുള്ള ഒരു കാരണം അതിലില്ലല്ലോ. അതായത് ഈ ഇസ്ലാമിലെ വിധി നിർദ്ധാരണത്തിൻ്റെ ബേസ് ഹിക്മത്തല്ല, ഇല്ലത്താണ്.
ഇതൊക്കെ മനസ്സിലാകാൻ ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഹിക്മത്തും ഇല്ലത്തും തമ്മിലുള്ള വ്യത്യാസം, ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും വ്യക്തമായിട്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റും. ഹിക്മത്ത് പലർക്കും പലതായിരിക്കും, പലതും പല രൂപത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് യാത്രയിൽ പ്രയാസം ഉണ്ടാകും എന്നതാണ് യാത്രക്കാർക്ക് നമസ്കാരത്തിൽ ഈ കസറാക്കാനുള്ള അളവുള്ളത്. പക്ഷേ ഈ പ്രയാസം എന്ന് പറഞ്ഞത് നിർണ്ണയിക്കാൻ പറ്റൂല. ഇത്ര കിലോ പ്രയാസം, ഇത്ര ലിറ്റർ ഞെരുക്കം, ഇത്ര എണ്ണം വിശപ്പ്, ഇതൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് യാത്ര എന്നത് ഫൈദാ ദറബ്തും ഫിൽ അർളി, മാത്രമല്ല നോമ്പിനെ പറ്റി പറഞ്ഞ ഖുർആൻ കാണാം, ഫൈൻ കുന്തും മർദാ ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗികളോ യാത്രയിലോ ആണെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യാത്ര പ്രയാസമുള്ളതാവട്ടെ പ്രയാസമില്ലാതാകട്ടെ, യാത്രയാണോ എങ്കിൽ ഇത് അനുവദനീയമാണ്. ജമ്മിനൊക്കെ യാത്ര എന്ന് തന്നെയാണ്. അതെ അതെ അതെ, മശക്കത്തല്ല യാത്ര. അതെ. ഇപ്പം ട്രാഫിക് സിഗ്നൽ റോഡ് ആക്സിഡൻറ്റ് ഉണ്ടാവാനും ട്രാഫിക് ജാം ആവാതെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സിഗ്നലാണ് ഈ റെഡ് കത്തുമ്പാടും നിർത്തണം എന്ന് പറയുന്നത്. ഈ റോഡൊക്കെ കാലിയാന്ന് വിചാരിച്ചിട്ട് എന്താക്കാൻ പറ്റൂല, അത് മുറിച്ചെടുക്കാൻ പറ്റില്ല. കാരണം മുറിച്ചെടുത്താൽ ഫൈൻ ഉണ്ടാവും, ശിക്ഷ ഉണ്ടാവും. അപ്പോൾ അവിടെ പോലീസുകാരനോട് അവിടെ റോട്ടിലൊന്നും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ സിഗ്നൽ മുറിച്ചു കടന്നു എന്നുള്ളതാണ് ആ ശിക്ഷക്കുള്ള കാരണം. അവിടെ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചോ ഇല്ലേ എന്നുള്ളത് എന്നതുപോലെ നിയമങ്ങളുടെ പ്രശ്നം അതാണ്. നിയമങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് വൈകി വന്ന കുട്ടികൾക്ക് കയറാൻ പറ്റില്ല എന്ന് നിയമം ഉണ്ടെങ്കിൽ, ഈ വൈകി വരുന്നതിൽ ഓൻ ചിലപ്പോൾ വഴിയിൽ വീണതാകാം, അല്ല ആരെങ്കിലും പിടിച്ചു വെച്ചതാകാം, കരുതിക്കൂട്ടി ഉഴപ്പിയതും ആകാം. പക്ഷേ ഇവിടെ നിയമത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പൊ യാത്രയിൽ റസൂൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് അതിന്റെ. അപ്പൊ ചില ആളുകൾ പറയും ഇന്നത്തെ യാത്ര ഫ്ലൈറ്റിലുള്ള യാത്ര, ട്രെയിനിൽ AC വന്ദേ ഭാരതുള്ള യാത്രയും മംഗള എക്സ്പ്രസ്സിലുള്ള യാത്രയും ഒരേ മാതിരി അല്ലല്ലോ. പിന്നെ KSRTCയിലുള്ള കമ്പി പിടിച്ച് തൂങ്ങിപ്പറിക്കുന്ന യാത്രയും AC കോച്ചിലുള്ള യാത്രയും ഒരേപോലെ അല്ലല്ലോ എന്തൊക്കെയാണ്. പക്ഷെ അതൊന്നും ഇവിടെ ചർച്ച അല്ല. യാത്രയിലുള്ള അളവ് യാത്രയിൽ റസൂൽ അങ്ങനെ ചെയ്തു. അതെ, അതെ. രണ്ടാമത്തത് യാത്ര തന്നെ എത്ര പുരോഗതി പ്രാപിച്ചാലും എത്ര ഉന്നതമായ സൗകര്യങ്ങൾ ഉണ്ടായാലും യാത്ര തന്നെയാണ്. അതിൻ്റെ അതാബ് ജുസൂ മിനൽ അദാബ് എന്നാണ് പറയുന്നത്. അത് ഇസ്ലാം എന്നേക്കുമായിട്ട് നൽകിയിട്ടുള്ള ഒരു ഇളവാണ്. അപ്പം അതുപോലെ തന്നെ ജമ്മ് ചെയ്യുന്നതിലൊക്കെ പറയാറുള്ളത്, യാത്ര പോയി നമ്മൾ ഒരു സ്ഥലത്ത് ദൂരേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്ര ചെയ്യുന്ന അവിടെ എത്ര ദിവസമാണ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ. നേരത്തെ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഒരാൾ ഇവിടുന്ന് ഡൽഹിക്ക് പോയി, അപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി, അപ്പോൾ അയാളെ യാത്ര ആനുകൂല്യം പിന്നെ ആ അർത്ഥത്തിൽ അവസാനിച്ചു. പക്ഷേ അയാളെ യാത്ര അങ്ങോട്ടുള്ള യാത്രയെ അവസാനിച്ചിട്ടുള്ളൂ. അയാൾ ഡൽഹിയിൽ നിൽക്കുമ്പോഴും തിരിച്ചു വരാൻ 4 ദിവസം എന്തോ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരാനുള്ള, അപ്പോൾ അയാൾ മുസാഫിർ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് 4 ദിവസം വരെ ജമ്മും ഖസ്റും ആക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ ഞായറാഴ്ച വന്നു. ഞായറാഴ്ച, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ചയാണ് പിന്നെ അവിടെ നിന്ന് നീങ്ങിയത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞു, ചെല്ലുന്ന ദിവസവും പുറപ്പെടുന്ന ദിവസവും. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിലേക്ക് ചെല്ലുന്ന ദിവസം ആ ദിവസം കൂട്ടണ്ട, ഡൽഹിയിൽ നിന്ന് മടങ്ങുന്ന ദിവസം കൂട്ടണ്ട. അതിൻ്റെ ഇടയിലുള്ള 4 ദിവസം വരെ അർബാത്ത അയ്യാം, 4 ദിവസം വരെ ജമ്മും ഖസ്റും. ഇതാണ് ഭൂരിപക്ഷം ഫുഖാക്കളുടെ അഭിപ്രായം. ഹനഫി മദ്ഹബിലൊക്കെ അതിലധികം ദിവസങ്ങൾ 15 ദിവസം വരെ ജമ്മു ഖസ്റും. അനിശ്ചിതമായ യാത്ര നീളുകയാണെങ്കിൽ എത്ര നീണ്ടാലും ജമ്മു ഖസ്റും, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഉദാഹരണം പറയാം, എല്ലാ പണ്ഡിതന്മാരും ഉദാഹരണം പറയാം. ഇപ്പം ഹജ്ജിന് പോകണ്ടല്ലോ ആളുകൾ. അപ്പോൾ ഈ പാവങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് സർക്കാർ ഇതിലൊക്കെ പോകേണ്ട ആളുകൾക്ക് വിമാനം എന്നാണ് യാത്ര എന്നുള്ളത് ചിലപ്പം പോണതിൻ്റെ തൊട്ട് മുമ്പൊക്കേക്കും അറിയാം. എല്ലാം റെഡിയായി നിന്നോന്ന് അറിയാം, നമുക്ക് അതിന് പോകാൻ. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം ഇതൊക്കെ പലതിനെ ആശ്രയിച്ചുള്ളതാണല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ പോകുമ്പോൾ. അപ്പോൾ ഇവർ പെട്ടിയൊക്കെ കെട്ടി റെഡിയായി നിൽക്കും. 4 ദിവസം എന്നത് അവിടെ ബാധകമല്ല, എപ്പം വേണമെങ്കിലും പോകാം. എന്നാണ് പോകുക എന്ന് ചോദിച്ചാൽ അവർക്ക് വരാൻ കഴിയില്ല, ചിലപ്പോൾ ആർക്കും വരാൻ കഴിയില്ല. മുകളിൽ നിന്ന് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര ദിവസവും നമസ്കാരം ജമ്മും ഖസ്റും ആക്കാം. നോർമൽ കേസിൽ 4 ദിവസം, ഈ പോണതും മടങ്ങണമുള്ള ദിവസം ഒഴിച്ച് 4 ദിവസം.